മാസപ്പടി കേസിൽ പരിശോധനയ്ക്ക് എത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ എത്തിയപ്പോൾ സ്റ്റേഷന് മുന്നിലെ ഓണാഘോഷത്തിൽ പങ്കെടുത്തത്. ഇതിന് പിന്നാലെ ഇപ്പോഴിതാ ഈ പ്രതികളുടെ ജാമ്യം റദ്ദാക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോകാൻ പോലീസ് തയ്യാറെടുക്കുന്നു എന്ന വിവരം ആണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പോലീസ് സ്റ്റേഷന് മുന്നിലെ ഊഞ്ഞാലിൽ ആടുകയും പൂക്കളത്തിന് സമീപം നിന്ന് വീഡിയോ ചിത്രീകരിക്കുകയും ഒക്കെയായിരുന്നു ഈ പ്രതികൾ ചെയ്തിരുന്നത്. സംഭവത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതിൽ ആഭ്യന്തര വകുപ്പും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എക്സാലോജിക് CMRL കമ്പനികളുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ ടി വീണയുടെ വസതിയിൽ, ആ വസതി എന്ന് പറയുമ്പോൾ അത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയായിരുന്നു. ആ വസതിയിൽ എത്തിയപ്പോൾ ആയിരുന്നു ആ ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. CPIM പ്രവർത്തകരും നേതാക്കളുമൊക്കെയായിരുന്നു അതിന് നേതൃത്വം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധിയായ CPIM നേതാക്കളെയും അണികളെയും ഒക്കെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അവർക്ക് ജാമ്യം ലഭിക്കുകയും ഒക്കെ ചെയ്തു. ഈ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ആഴ്ചയിൽ ഒരു തവണ വെച്ച് ഈ പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ എത്തി ഒപ്പുവെക്കേണ്ടത്. അങ്ങനെ ഒപ്പുവെക്കാനെത്തിയ പ്രതികൾ ആണ് പോലീസിൻ്റെ ആഘോഷ പരിപാടികൾ, അതായത് അന്നത്തെ ദിവസം കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ ആഘോഷം നടക്കുന്നു. അവരുടെ ഡ്രസ് കോഡ് അടക്കം കൃത്യമായി ഈ പ്രതികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് മാത്രവുമല്ല, പോലീസ് ഉദ്യോഗസ്ഥർ ധരിച്ചിരുന്ന അതേ കളർ ഷർട്ടും മുണ്ടുമൊക്കെയാണ് ഇവർ ധരിച്ചത് എന്നതാണ്. അപ്പോൾ കൃത്യമായി പോലീസ് സ്റ്റേഷനകത്ത് എന്ത് നടക്കുന്നു എന്ന കാര്യം അറിയിക്കുവാനുള്ള ആളുകൾ, ഉദ്യോഗസ്ഥർ ഈ പ്രതികളുമായി കൂട്ടുകൂടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുമാത്രവുമല്ല, ഇതേ ഉദ്യോഗസ്ഥർ തന്നെയാണോ ഈ ഷർട്ടും മുണ്ടും വാങ്ങിച്ചു നൽകിയത് എന്ന സംശയം പോലും ഇപ്പോഴുണ്ടാവുകയാണ്. കാരണം പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ട ഡ്രസ്സ് എടുത്തപ്പോൾ 3 ജോഡി അധികമായി ഡ്രസ്സ് വാങ്ങിയിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും കേരള പോലീസിനെ അങ്ങേയറ്റം പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരു ഊഞ്ഞാലാട്ടമായി ഇത് എന്നതിൽ ഒരു തർക്കവുമില്ല. ഇത് കാണുന്ന ഏതൊരാൾക്കും അത് വായിച്ചെടുക്കാനും സാധിക്കും. അങ്ങനെ ഒരു അവസരം കേരള പോലീസിന് ഉണ്ടായതെങ്ങനെയാണ്? ആരാണ് ആ അവസരം ഒരുക്കി കൊടുത്തത്? പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അവർക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാം, വിമർശനങ്ങൾ ഉണ്ടാകാം. CPIM ഉൾപ്പെടെ അത്തരം രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിലൊന്നും ആർക്കും വിയോജിപ്പില്ല. പക്ഷേ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, വാഹനം തല്ലി തകർക്കുക, അതേ കേസിൽ ജാമ്യം നേടിയവർ പിന്നീട് ഇത്തരത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെയും നമ്മുടെ നിയമ സംവിധാനങ്ങളെയും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെയാണ് ഈ ഊഞ്ഞാലാട്ടത്തിലൂടെ ആക്ഷേപിക്കുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആര് എന്ന് കണ്ടെത്തേണ്ടത് ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ്. ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, ഇങ്ങനെയൊരു അവസരം ഒരുക്കി നൽകുമ്പോൾ അതിന് പോലീസിന് പങ്കില്ല എന്നതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇത്ര കൃത്യമായി അതേ ഡ്രസ് കോഡിൽ തന്നെ എത്തുന്നു, അവിടെ ആ ഓണാഘോഷത്തിൻ്റെ ഭാഗമാകുന്നു, അവിടെ നിന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നു. മാത്രവുമല്ല, ഊഞ്ഞാൽ കണ്ടാൽ എങ്ങനെയാണ് ആടാതിരിക്കുക എന്ന് സോഷ്യൽ മീഡിയയിൽ IP ബിനു പോസ്റ്റും തയ്യാറാക്കുന്നു. ഇതാണ് സാഹചര്യം. ഡാൻ, കഴിഞ്ഞ ദിവസമാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുമ്പിൽ വിവാദങ്ങൾക്ക് ഇടയാക്കിയ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ജാമ്യ വ്യവസ്ഥ പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥരായ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒപ്പിടണമെന്ന വ്യവസ്ഥയുണ്ട്. അങ്ങനെ ഒപ്പിടാനായി എത്തിയതാണ് ആറ്റുകാൽ ഉണ്ണിയും IP ബിനുവും ഉൾപ്പെടെയുള്ള ED ആക്രമണ കേസിലെ പ്രതികൾ. അവർ ഒപ്പിട്ട ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുമ്പിൽ തയ്യാറാക്കിയിരുന്ന പൂക്കളത്തിന് ചുറ്റും നിന്ന് റീൽസ് എടുക്കുകയും അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന ഊഞ്ഞാലിൽ IP ബിനു ആടുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ ബിനു തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇതിനെതിരെ രൂക്ഷമായ വിമർശനം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഉയരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. പോലീസിന്റെ അറിവോടെയാണ് ഇവർ ഒരേ കളറുള്ള ഡ്രസ് കോഡ് ധരിച്ച് അവിടെ എത്തുകയും ഊഞ്ഞാലാടുകയും ചെയ്തത് എന്നതാണ് പ്രധാനപ്പെട്ട വിമർശനം കടുത്തതോടെയാണ് ആഭ്യന്തര വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അതിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. പോലീസിന് പങ്കുണ്ട് എന്ന് കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായാൽ അച്ചടക്ക നടപടിക്ക് ഉദ്യോഗസ്ഥർ വിധേയമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതേസമയം സ്റ്റേഷന് പുറത്തു വെച്ച് ഇങ്ങനെ റീൽസ് എടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന നിലപാടിലാണ് ബിനുവും ഒപ്പമുള്ളവരും.
തീർച്ചയായും സ്റ്റേഷന് പുറത്തു വെച്ചോ എവിടെ വെച്ചോ റീൽസ് ഒക്കെ എടുക്കാം, അതിലൊന്നും ആർക്കും വിയോജിപ്പില്ല. പക്ഷേ ഈ പ്രതികൾ കൃത്യമായി പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടേണ്ട പ്രതികൾ ആണ്. അവിടെയാണല്ലോ ഈ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ആഘോഷത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത അതേ ഡ്രസ്സ് അതേ സമയം അവിടെ എത്തുന്നു. അങ്ങനെ ഈ സൂചിപ്പിക്കുന്ന പോലെ ഊഞ്ഞാലാട്ടമൊക്കെ നടത്തുന്നു. അതിനുശേഷം പോസ്റ്റും ഇട്ട് വീഡിയോയും ചിത്രീകരിക്കുന്നു. ഇവിടെ നേരത്തെ തന്നെ ഈ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് CPIM നേതാക്കളുമായും CPM ക്രിമിനൽ പശ്ചാത്തലമുള്ള നേതാക്കളുമായൊക്കെ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ചില നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും ഒക്കെ നേരത്തെയും ഉണ്ടായിട്ടുള്ളതാണല്ലോ ഡാൻ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ബോധപൂർവമായി നീക്കം നടത്തുന്നുവെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അതിനിടയിലാണ് വിവാദമായ ഒരു സംഭവം സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത്. അതിലാണിപ്പോൾ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉറപ്പാക്കും എന്ന സൂചന തന്നെയാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നത്. തെറ്റായ ഒരു സന്ദേശമാണ് പൊതുസമൂഹത്തിനും പോലീസിനും നൽകുന്നത്. കാരണം കേസിൽ പ്രതികളായവർ ഒപ്പിടാൻ വന്നിട്ട് പുറത്തിറങ്ങി സ്റ്റേഷനിലെ ആഘോഷങ്ങളുടെ ഭാഗമായാൽ പോലീസും ഇവരും തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസമെന്ന വ്യാഖ്യാനങ്ങൾക്ക് വഴിവെക്കുമെന്ന ആക്ഷേപമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുകയും ചെയ്തിരിക്കുന്നത്. യെസ്, കേരള പോലീസിന് നാണക്കേടുണ്ടാക്കുന്നു എന്ന് തന്നെയാണ്. അതായത് ഈ ഡ്രസ് കോഡ് അടക്കം ഈ പ്രതികൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കുന്നു? പോലീസിനെ പരിഹസിക്കുന്ന തരത്തിൽ തന്നെ ഒരു ഓണാഘോഷം നടത്തി അതിൻ്റെ പോസ്റ്റ് കൂടി ചിത്രീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അത് പബ്ലിഷ് ചെയ്യുന്ന സാഹചര്യം, അവിടെയാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.